ചപ്പാത്തി റെഡി. അല്ല രാവിലെ എണീറ്റ് പഠിക്കുക. രാവിലെ പറ്റും. രാവിലെ എണീറ്റ് പഠിച്ചാൽ മനസ്സിലാകുന്ന പോലെ മനസ്സിലാകാൻ പറ്റത്തില്ല. വീഴും വീഴും. അയ്യോ ഇത് ബാഗിനകത്ത് വെച്ചോട്ടെ. ഉമ്മക്കെ തരാവേ. നിൽക്ക് ഇപ്പം തരാം ഇപ്പം തരാം. നിൽക്കാം. ഇതെന്നെ കാണിച്ചേ. ആ സോറി ഉമ്മ വരാം. അതെ എനിക്ക് മോൻ പോവല്ലോ. ചേച്ചി പെണ്ണും പോട്ടെ. ID കാർഡ് എടുത്തോ. പാൻ ഇറക്കിട്ടെ. ഇത് ദിവസവും പറയണോ നാരായണി? വാ ഒരു ഉമ്മ. അമ്മ ചീഞ്ഞ് പൊന്നിനെ ഒരു ഉമ്മ ഇട്ടെ. ഉമ്മ ടാറ്റാ ടാറ്റാ. പതിയെ പോ. നമ്മള് പുറകെ വരുന്നുണ്ടേ. നിന്നോടാ? അപ്പൊ വരെ വന്നില്ലെങ്കിൽ ബസ് വന്നാലും കേറിയേക്കല്ലോ. ഇവിടെ ഉണ്ട്. ആ പതിയെ പൊക്കോ. വാ പൊക്കോ പൊക്കോ. ടാറ്റ. തിരിഞ്ഞ് നോക്കും അപ്പ പറയലുണ്ടോന്ന്. അതേ വരുന്നു. ഓടിക്കോ. നല്ല രസമുണ്ട് ഓട്ടം കാണാൻ. അയ്യോ എന്തുവാ? ബിജിയാ നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ലടി ഇല്ലേ? ആ ചേച്ചിയുടെ ബസ് എന്താ വരാത്തെ? ചേച്ചിയുടെ ബസ് വരുവോ? ബസ് വരുവോ അപ്പേ? അതിനെന്തിനാ കാർന്നേ? ആ ഒരു ചീരവടി ഇങ്ങടുത്തെ വടി കയറ. ഇതാ അവിടെ ഇരിക്കുന്നു. പേരെനിക്കറിയത്തില്ല. കോട്ടെ പോലെ എന്ന് വെച്ചാൽ നേരം ആദ്യം തുണി തയ്ക്കുന്നു.
നല്ല വണ്ടി തിരക്കാണല്ലോ. വാ വാ വാ, നീ വാ, നിന്റെ വണ്ടി വന്ന്. ചേച്ചിയുടെ നിന്റെ വണ്ടി ചിലപ്പോൾ പോയി കാണത്തില്ലായിരിക്കും. എന്നൊക്കെ ആ കൊച്ചിനെ കൊണ്ട് വന്ന് കയറ്റി വിട്ടാൽ പറയാം. എന്നിട്ട് അങ്ങോട്ട് പോയി അവിടെ പോയി കയറിയാൽ പറയാം. 40 ആയതേ ഉള്ളൂ. ഇന്നലെ 41 വന്നത് അതിൻ്റെ വണ്ടി. നിങ്ങൾക്ക് 50 വരെ സമയമുള്ളതല്ലേ. 50 ആകാതെ വണ്ടി അവിടെ നിന്ന് പോകത്തില്ലോ. വാച്ചില്ലേ 4:45 ഇവിടെ നിന്ന് പോകണം. അവരിവിടെ നോക്കണം. ഉണ്ടോ? ഇത് ഈ അയ്യപ്പൻ വണ്ടിയൊക്കെ കയറിപ്പോ. ഇത്ര വണ്ടിയാണ് നോക്കി. നല്ല തിരക്കാണ് കേട്ടോ. വലിയ വണ്ടി തന്നെയാണ് പോകുന്നത്. എല്ലാം ഇത് കൂട്ടം ഈ ഒരു വലിപ്പമുള്ള സാധനമാണ്. ഈ വണ്ടി അപകടം വരാൻ കാരണം ഇമാർക്ക് ഭയങ്കര പൊക്കം വെക്കും. എന്നിട്ട് തമിഴ്നാട്ടിൽ കൂടെ ഓടുമ്പോൾ കുഴപ്പമില്ല, നല്ല റോഡ്, നേരെ റോഡുമാണ്. ഇവിടെ വന്നിട്ട് വളവും തിരിവൊക്കെ തിരിക്കുമ്പം വണ്ടി അടുത്ത പൊക്കം. എന്നാ വിട്ടോ, നേരത്തിലായിരിക്കും. ഇന്നലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് കണ്ട് പുള്ളി താമസിക്കുക. ഇന്ന് ചിലപ്പോൾ പോയി കാണും. മാരൊന്നും ബ്രേക്ക് കൊണ്ട് പോയില്ല തിരിച്ച്. ഓരോ ടീമൊക്കെ വേസ്റ്റ് കൊണ്ട് വെച്ചിട്ട് പോയിരുന്നോ. ഇവിടെ കൊണ്ടിടും കാറ്റിലോട്ട്. നേരത്തെ ഇവിടെ ഫുള്ള് വേസ്റ്റായിരുന്നു. എന്നിട്ട് മഴ വെള്ളപ്പൊക്കം വന്നപ്പോൾ അങ്ങാണ്ട് പോയതാ. അത് കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പോഴും ഇടുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് കൊടുത്താൽ ആന തരാം, മാണ തരാമെന്നൊക്കെ സർക്കാർ പറയും. ഒന്നും നടക്കുകയാണ്. എന്താണോ എന്നാടോ? ഓ, അവൻ്റെ കാല് ആരെങ്കിലും ഒക്കെ എറിഞ്ഞതായിരിക്കും ചിലപ്പോൾ. ആരാടാ നിൻ്റെ കാല് തല്ലി പിടിച്ചേ? ആരാന്ന? പുള്ളിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ചൊറിയുവാണ് പെടലി. കഴുത്തിൻ്റെ കൂടെ അങ്ങ് ചൊറിച്ചിലോട് ചൊറിച്ചിൽ.
ഓ ഓ ഓ ഓ ഓ എൻ്റെ അമ്മച്ചിയോ. നീ ആ സിമ്പിൾ എടുത്തല്ലേ, അവൻ നല്ലതായിട്ട് ചൊറിഞ്ഞു തരും. എൻ്റെ മോനെ. എട്ടൊമ്പതായി. എന്നാപ്പാ താറ പൂച്ചയാണോ എന്താണെന്നൊന്നും അറിയില്ല. ഒക്കെ വന്ന് കയറി നമ്മൾ നോക്കുന്നു. അയ്യോ എന്നാ പുറകെ വരും കേട്ടോ. സിംബയുടെ വേറൊരു സിംബയാണല്ലോ ഇത്. നീ അവിടെ ഇരുന്നോ, അവിടെ പോയി ഇരുന്നോ, ഇവിടെ അവിടെ പോയിരിക്കാൻ ചെല്ലേ. പിന്നെ ചോദിച്ചില്ലാണോ, എന്തോ ചെറിയ പ്രശ്നമുണ്ട്. എന്തോ പരുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ആരോ വളർത്തിയ പൂച്ചയാണ്. പരുക്ക് പറ്റിയ പിന്നെ ഇങ്ങോട്ടാണ് വന്നത്. ചൂലില്ല, ഇനിയിപ്പോൾ മിറ്റം എങ്ങനെ തൂക്കും. ചൂല് മേടിക്കാനും മറന്നു. ശബരിമലയ്ക്ക് സാധാരണ കാണുന്നതിനെക്കാട്ടി ഭയങ്കര തിരക്കാണ് ഇന്ന് കാണുന്നത്. ഇങ്ങനെ വണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. എല്ലാം വലിയ വണ്ടിയാണ്. എല്ലാം വലിയ വണ്ടി, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. അപ്പോൾ ഇന്ന് അവിടെ ചെന്ന് ഇന്ന് വൈകിട്ടത്തേനോ നാളത്തേനോ ഒക്കെ നല്ല തിരക്കായിരിക്കും. ഈ ശനി ഞായറും എന്താവും എന്തോ, കാരണം ഈ വെള്ളിയാഴ്ച തന്നെ അടുത്ത നല്ല തിരക്കാവും. മൊത്തം ബ്ലോക്കായി കിടക്കുക. No. വൻ തെറ്റപ്പാടി ഉദ്ദേശിക്കുന്നത്. ഇല്ലായിരുന്നു, ഞങ്ങളെവിടെയാ പോയപ്പോഴാണ് വന്നത്. നമുക്ക് അറിയത്തില്ല ഏത് ദിവസം വരുമെന്ന് അറിയത്തില്ലോ. എല്ലാം എടുത്താലും വെച്ചിട്ട് പോയാനെ, എടുത്ത് വെച്ചിട്ടാലും പോയാനെ. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എൻ്റെ ഫോൺ വെള്ളം ഇത് താഴെ വീണുന്നേ. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് 350 രൂപ നന്നാക്കി. നന്നാക്കുമ്പോൾ കംപ്ലീറ്റ് ആപ്പുകളെല്ലാം പോയിട്ട് ഇപ്പോൾ ആപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ 1 മണി ആകാതെ അതിൻ്റെ OTP നമ്പർ എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചാക്ക് നമ്മൾ നോക്കി ചിരിക്കുന്നില്ല. മറന്നുപോയോ? ഒന്ന് ഓർമ്മിപ്പിക്കണേ. വീട്ടിലായിട്ട് ഓർക്കുന്നുണ്ട്. എത്രയാണെന്ന് കൃത്യമായിട്ട് 100 ആണോ 50 ആണോ 100 അല്ലേ? അപ്പോൾ 2 മാസം എഴുതിയേക്കാം.
പഴയത്. അഴിച്ചെടുത്താലേ എല്ലാം അഴിച്ചെടുത്താൽ എനിക്ക് ഒരു താല്പര്യമില്ലാതെ കൊണ്ടു നടക്കാം. നമ്മൾ സഹായിക്കാൻ പോകുന്നുണ്ടല്ലോ, നമുക്കൊരു പണി വെച്ചു. ഞാനോട് 2000 രൂപ ചോദിച്ചേ. ആരാടാ? ആ പെണ്ണോടെ ഏത് പെണ്ണാ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പെണ്ണാണ്. പോകണം മോനെ, എല്ലാം എഴുതി തന്നില്ലേ? 2 ബസ് എഴുതിയിട്ടുണ്ട്. ഇത് വെള്ളം കുടിക്കാൻ വേണമായിരുന്നു. നീ വെള്ളം കൊടുത്തില്ലേ? ഇപ്പൊ ചെറിയൻ്റെ അടുത്ത് ഞാൻ അടുത്തത് വരാം, ഞാൻ കൊടുക്കാം. ഇവിടെയാണ് കഞ്ഞിയൊക്കെ വെക്കുന്നത്. ഇതിന് നല്ല സുഖമുണ്ട്. കാറ്റ്, തണുത്ത കാറ്റടിക്കുള്ളൂ. മറ്റേ അടുക്കളക്കകത്ത് നമ്മളെ കിടന്ന് വട്ടവും നീളം ചവിട്ടണം. ഒന്ന് കയറിയ പൂച്ചയാ. ആ അല്ല, അതെയാ? ഇനി വലിച്ചുകൊണ്ട് താഴോട്ട് കൊണ്ടുപോകണം. ചോദിച്ചു കയറി കയറിക്കോ. അങ്ങോട്ടാട്ടോ. ചോറൊക്കെ വൻ സെറ്റപ്പായി. അതിന് ഡോർ പിടിപ്പിക്കാം. ആ സ്കൂളിൽ വിടാൻ വേണ്ടി വെച്ചാ. ഇപ്പോൾ ഒരു ലുക്കായി വണ്ടിക്ക്. വണ്ടിക്ക് ഒരു ഇച്ചിരി കൂടെ ഒരു ലുക്കുമായി. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. കഴിഞ്ഞോ? ഇന്നത്തെ കഴിഞ്ഞോ? മനസ്സിലായോ? അളിയന്നെ പറയല്ലേ? ബസ്സിൽ ഇറങ്ങി പാലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നാരായണി കൊച്ചിനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് താഴെ വന്നിട്ടുണ്ട്. അപ്പം ബസ് വന്നിട്ടില്ല. അഥവാ ഞങ്ങൾ വരാന്നേ കുറച്ചെങ്ങാനും ലേറ്റായാലും പ്രശ്നമല്ലേ. അതുകൊണ്ട് നാരായണയുടെ ഇറങ്ങാൻ പറഞ്ഞു. അവളിറങ്ങി വന്ന് നിൽപ്പുണ്ട്. ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? എടി ഒരു കുറച്ചാലും താമസിച്ചാലോ അവിടെ ഇവിടെ അവിടെ നിൽക്കുമോ? പറ. കുറച്ച് നേരം നടന്നു വെച്ചാൽ എന്നാ പറ്റി? ആഹാ, ഇപ്പൊ ട്യൂഷൻ ആണെങ്കിൽ പോകണ്ടേ? പിന്നെ ട്യൂഷൻ അതുകൊണ്ടല്ലേ ഞാൻ പോകാത്തത്. ആഹാ, സ്കൂൾ ബസ്സിൽ വന്നിട്ട് ഇപ്പൊ നടപ്പാണോ? പ്രത്യേക അതാണോ? ഇല്ലില്ല, അവിടെ നിൽക്ക. അങ്ങനെ വേണ്ട. അയ്യോടാ അമ്മേ.
ഇതെന്നാ ഇതെന്താ? പഴം മതി ഇതുകൂടി അറിയാതെ പറഞ്ഞു പോയതല്ലേ? അറിയാതെ പറഞ്ഞു പോയതോ എന്തോ പറഞ്ഞപ്പോ ഐസ്ക്രീം അതല്ല ഞാൻ പറയാം മതിയോ? അറിയാതെ കഴിച്ചിട്ട് അത് ഇത് കഴിച്ചവരില്ലേ? ആരോടാ ചോദിച്ചേ? ആരോട് ചോദിച്ചു? ഇനി ആരോട് ചോദിക്കാമല്ലോ. ആരോട് അല്ല, ഞാൻ നമ്മുടെ ബിജിയമ്മയില്ലേ? വിജയം ഇനി അങ്ങോട്ട് പോകുമ്പോ ചോദിക്കുവാണല്ലോ. സോറി വണ്ടി എടുക്കണോ? വേണ്ട. വേണ്ടാതെ പോലോ. നമുക്ക് ഓടിയേക്കാം. ഞാൻ വീഴും. അപ്പേ കുട്ടിക്കാനം ചുമ്മാ പഴം പിടിക്കാൻ പോയതാണോ? അല്ല, വെറുതെ പോയതാ. അപ്പം ഇങ്ങനെ തിരിച്ചു പോയപ്പോൾ ഇവിടെ നിന്ന് പഴം മേടിച്ച. കെട്ടി എവിടെയാ? നീ വരുന്നു. ഇവിടുന്ന് ആരോടും മിണ്ടാതെ എന്നാ കഴിച്ചതെന്ന് ചോദിക്കാൻ പോണേ ഒരു സാധനം തരാം. വീട്ടിൽ ചെല്ലുമ്പോ എന്നാ സാധനോ? ഒരു സാധനം ഇച്ചിരി വെള്ളം തരാം കുടിക്കാൻ. ദാഹിക്കുന്നു, വെള്ളം താ. വെള്ളം അതാണ് ചോദിക്കാതെ, എന്നോട് ചോദിക്കലെന്നാ പറയാ. ഞാൻ തരാം. ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് കുടിക്കത്തുള്ളൂ. ചപ്പാത്തി മുളക്കറി ഇല്ല, ഒരു ബണ്ണ് തരും, ഒരു ബണ്ണ്. ചപ്പാത്തി പിന്നെ കൊടുക്കില്ല. എനിക്കും കൂടെ കുടിച്ചിട്ട് തന്നേ. എത്ര മതി കൊച്ചു പിള്ളേർ കൊടുത്തേ? നമുക്ക് ഗ്ലാസ്സിൽ കുടിക്കാം. മതിയോ? പിന്നെ എനിക്കിനിയും വേണം. ഗ്ലാസ്സിൽ എനിക്ക് ഇനി വേണം. അമ്മേ ഗ്ലാസ്സിലൊന്നും കുടിക്കും. 40 ആണോ? അമ്മ ഷാമ്പൂടി ഞാൻ 60 പിടിക്കാമല്ലോ. കറുക്ക് കമ്പനി കേട്ടോ? കറക്ക് കമ്പനി. കറുക്ക് ബ്ലൂ കളറുള്ള പള്ളി കറക്ക് കമ്പനി പിന്നല്ല. മാത്രമേ പറയേ. അതൊന്നും പറഞ്ഞ കാര്യമില്ല. വേറെ പോ, അല്ലെങ്കിൽ അപ്പനോട് പോകോ. വരുന്നില്ലേ? അല്ലോ കൊച്ചിട്ട് എളുപ്പവിടെ വാ, ഞാൻ പറഞ്ഞ വഴക്കുണ്ടാക്കാൻ മിണ്ടാതെ വരുവാണ്. ഞാൻ സാധനം തരാന്ന്. അതല്ലെന്ന് താടി അക്കുച്ചിത്ത എവിടെയെന്നാ? ചിറ്റയോ? എന്തിന് വീട്ടിൽ കാണും. നിന്നെ ഇവിടെ ബസ്സൊക്കെ കൊണ്ടിറക്കിയല്ലേ? അമ്മ പിന്നെ ബസ് സ്റ്റോപ്പിന്റെ ബാലകൃഷ്ണനെ വിളിച്ചോ ചേച്ചി? ബസ് സ്റ്റോപ്പിന് അപ്പുറത്തല്ലേ ഇവിടെ പാലത്തിലുള്ള കവർ ബോസേ. ചേച്ചി ബാലകൃഷ്ണനെ വിളിച്ചോ ചേച്ചി? താങ്ങ് ചേച്ചി വെക്കണം കേട്ടോ. അങ്കിളെ വിളിച്ചോ ചേച്ചി? കൊച്ചു ക്ലാസ് കുടിക്കാനാ. മതി കുടിച്ച് കൊച്ചു പിടിച്ചോ, അതുകൊണ്ട് പിടിച്ചു. അമ്മ ഇത് പിടിച്ചേ. വെള്ളം വേണ്ട, ജ്യൂസ് മതി. മതിയോ? അവക്ക് വെച്ചോക്കോ, ക്ലാസ് കുടിക്കാല്ലോ. വെച്ച് കൊടുത്താലോ? അവക്കല്ല കുടിക്കാറില്ല. അമ്മ മടുത്ത് ചിലപ്പോ ജ്യൂസാ കുടിക്കുന്നത്. ജ്യൂസ് എനിക്ക് വെള്ളം വേണ്ട, ജ്യൂസ് മതി. ജ്യൂസ് വെച്ചിട്ട് മല മാത്രമേ പോകും. നമുക്കേ വീട്ടിൽ ചെന്നിട്ട് മാത്രമേ പോകാം കേട്ടോ? അപ്പ എന്നിട്ട് ടി വി ആണോ? മതിയോ? സ്കൂളിൽ പോകണ്ട നാളെ. ക്ലാസ്സില്ലേ? അതല്ലേ പിന്നെ എന്നാന്നേ? കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഇട്ട് വെക്കും. മതിയോ? ഇല്ല, എപ്പൻ ചക്കപ്പൻ ഒരു പഴവും വെക്കുന്നില്ല. ഷാമ്പൂ നാരായണിക്ക് എക്സാമാ. എക്സാം കഴിഞ്ഞായിട്ട് ഒരു പ്രശ്നം കഴിയാൻ ഒരിതുമില്ല. ശരി അമ്മ, ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സ് മാറി പള്ളു കുടിച്ചിട്ട് പുസ്തകം പല്ല് വെക്കുമോ? വള്ളി ഇറക്കും. ആ, പള്ളി ഇറക്കും. മതിയോ? മതി, പള്ളി ഇറക്കും. എത്ര അപ്പയുടെ അപ്പ തന്നെ പള്ളി സംഭവിക്കും. ആ
പറ്റിച്ചാൽ ഇച്ചിരി അങ്ങനെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിനകത്താണ് കഴിച്ചോന്ന് തോന്നുന്നു. നീ വെള്ളത്തിൽ കഴിച്ചോ? വെള്ളം കളഞ്ഞെന്ന് ഇല്ല ഇനിയില്ല ആകെ ഇത്രേ ഉള്ളൂ വെള്ളത്തിൽ കഴിച്ചു. നമുക്ക് ഇതിനകത്തൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ, അത് കൊടുക്കണ്ട. എൻ്റെ ഇന്ന് സ്കൂളിന് ദിവസം തരുമോ? ഇല്ല അപ്പ എന്നോ ഇന്ന് സ്കൂളിന് ദിവസം മതി. സ്കൂളിൽ നിന്ന് ആ ഈ ദിവസം ബാഗ് വെച്ചോളാം. നോക്കുമ്പോൾ അറിയാം എന്തോരം നീ ഒഴിച്ചെന്ന്. അതിന് മുമ്പ് ഒഴിക്കുന്നതിന് മുമ്പ് എന്തോരം ഉണ്ടായിരുന്നു ഒക്കെ വീഡിയോ ഉണ്ട്. അപ്പോൾ നീ എന്തോരം ഒഴിച്ച ആളെ പറ്റിച്ചെന്ന് നമുക്ക് കുറച്ച് മാറിയോ? അരുണായിരിക്കും സ്കൂളിൽ നിന്ന് വന്നോ? ഇങ്ങനെ പിടിയടി പെങ്ക കൊടുക്കാതെ അങ്ങോട്ട്. നിനക്ക് എന്നെ ഒന്ന് നിനക്ക് വേറെ സാധനമുണ്ട് കൂട്ട്. നീ എൻ്റെ രാഷ്ട്രത്തെ നീ എടുത്തോ. ഇവിടെ മരിച്ചാൽ കിട്ടത്തില്ല. തണുപ്പ് പോയില്ലല്ലേ? ഇപ്പം മേടിച്ചേ ഉള്ളായിരുന്നു. കുടിക്കാൻ പറ്റും. ഹായ് പുതിയ വണ്ടിയൊക്കെ എടുത്തതിന് ചിലവാണോ? വേറെ ആരുണ്ട് അവിടെ? വാ ബാഡി അരുന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഹായ് ടാറ്റ. അത് നമുക്ക് തിരിച്ചു കൊടുക്കണം. അവൾ പിടിക്കാൻ പിടിക്കാൻ കൊടുത്തേക്കാം. ഇത് കറക്റ്റ് 3 എണ്ണം ഉണ്ട്. ആർക്കൊക്കെ ജയമ്മ ഫോൺ വിളിച്ച് വേണ്ട, അമ്മയ്ക്ക് വേണ്ടായിരിക്കും. എന്നാ അവളെ നീ എടുത്തോ. ഒതുങ്ങി അന്നേരം എന്താ കാര്യം? അത് തരാം. ബേക്കും ജ്യൂസും സൂപ്പറല്ലേ? ആഹാ ദേ ഇവിടെ മിറ്റം തൂക്കുന്നു. നീ മിറ്റം തൂക്കുന്നു. ഇപ്പൊ വന്നാ ഉള്ളത്. നാരായണി ഒന്നും ചെയ്യത്തില്ല. ഇവിടെ കണ്ട കൊച്ചൊക്കെ മിറ്റം തൂക്കുന്നു. ഇവിടെ കാട്ടി നമ്മളിവിടെ ആ ചൂലും തരാൻ പറ. പഠിച്ചില്ല തുണിച്ചില്ല പഠിച്ചില്ല, തുണി പിടിച്ചില്ല, മഴ വന്ന് ഒരു പണിയും ചെയ്യത്തില്ല. മഴ വന്നില്ല. ഞാൻ എടുത്ത് വെള്ളമില്ല. ചപ്പാത്തി ചപ്പാത്തിലൂടെ ദിവസം എനിക്ക് നല്ല ഉടനെ ഞാൻ ചെയ്യാം. പായസം ഓണത്തിനൊക്കെ കേക്ക്